കൂട്ടുകാരെ, ഐസക് അന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായി സ്വാഗതം. HSS സോഷ്യൽ സയൻസിൻ്റെ സിലബസ് ഓറിയൻറ്റഡായ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ നൽകുന്നത്. ഇതിനു മുന്നുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഐസക് അന്ന എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് ഹിസ്റ്ററിയിലെ സിലബസ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ വൻകരകളുടെ രൂപീകരണത്തെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് ഇൻട്രൊഡക്ഷൻ ടു ജോഗ്രഫി, ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു തുടക്കം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ടെക്ടോണിക് ചലനങ്ങളെക്കുറിച്ചിട്ടാണ്. എന്താണ് ടെക്ടോണിക് ചലനങ്ങൾ? വൻകരകളുടെയും സമുദ്രത്തിൻ്റെയും രൂപീകരണത്തിന് കാരണമാകാൻ ഭൂമിക്കടിയിലുണ്ടാകുന്ന ചലനങ്ങളെയാണ് നമ്മൾ ടെക്ടോണിക് ചലനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? വൻകരകളുടെയും സമുദ്രത്തിൻ്റെയും രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന ചലനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടെക്ടോണിക് ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. ടെക്ടോണിക് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിടം എന്നാണ്. ടെക്ടോണിക് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിടം എന്നാണ്. ഈ ടെക്ടോണിക് ചലനങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്: ലംബ ചലനവും തിരശ്ചീന ചലനവും. ടെക്ടോണിക് ചലനങ്ങൾ എത്ര തരത്തിലുണ്ട്? ലംബ ചലനം, തിരശ്ചീന ചലനം. അതിൽ ലംബ ചലനം എന്താണ്? ഈ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ഉയർച്ചയോ താഴ്ചയോ സംഭവിക്കുന്നതാണ്. ഭൂമിക്കടിയിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ എന്തു പറയുന്നു? ലംബ ചലനങ്ങൾ എന്ന് പറയുന്നു. ചലനങ്ങളുടെ ഫലമായിട്ട് ഉയർത്തപ്പെടുകയാണെങ്കിൽ അതിന് ഉദ്ധാനം അതെങ്കിൽ അപ്ലിഫ്റ്റ് എന്നും, താഴ്ത്തപ്പെടുകയാണെങ്കിൽ അവതലനം അല്ലെങ്കിൽ സബ്സിഡൻസ് എന്നും പറയുന്നു. ലംബചലനങ്ങളുടെ ഫലമായിട്ട് ഉയർച്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് ഉദ്ധാനം എന്നും, താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തു പറയുന്നു? അവതലനം എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ലംബചലനങ്ങളാണ് വൻകരകളുടെയും പീഠഭൂമികളുടെയും രൂപീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ലംബചലനം വൻകരകളുടെയും പീഠഭൂമികളുടെയും രൂപീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ ചോദിക്കാം, താഴെ പറയുന്നതിൽ ഏത് ടെക്ടോണിക് ചലന ഫലമായിട്ടാണ് വൻകരകളും പീഠഭൂമികളും രൂപീകരണമാകുന്നത്? ലംബചലനങ്ങളുടെ ഫലമായിട്ടാണ്. അടുത്ത ഒരു ചലനമാണ് തിരശ്ചീന ചലനം. തിരശ്ചീനമായിട്ട് സമ്മർദ്ദങ്ങളുടെയും വലിവ് ബലങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്നതാണ് തിരശ്ചീന ചലനം. സമ്മർദ്ദങ്ങളുടെയും വലിവ് ബലങ്ങളുടെയും ഫലമായിട്ട് ഭൂമിക്കടിയിലുണ്ടാകുന്ന ചലനങ്ങളാണ് തിരശ്ചീന ചലനം. ഈ ചലനങ്ങൾ പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള തിരശ്ചീന ചലനം എന്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു? പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ലംബചലനം വൻകരകളുടെയും പീഠഭൂമികളുടെയും രൂപീകരണത്തിന് കാരണമാകുകയാണെങ്കിൽ തിരശ്ചീന ചലനം പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇനി എന്താണ് ഗ്രഡേഷൻ? ഭൂമിയുടെ ഉപരിതലത്തിൽ ടെക്ടോണിക് ബലങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഭൂതലം നിരപ്പാകുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ ഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ടെക്ടോണിക് ബലങ്ങൾക്കെതിരെ നമ്മൾ താഴെയുള്ള ടെക്ടോണിക് ബലങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഭൂതലങ്ങൾ നിരപ്പാകും. ആ പ്രക്രിയയാണ് നമ്മൾ ഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഒരു നിരപ്പാക്കൽ പ്രക്രിയ. എങ്ങനെയാണ് നിരപ്പാക്കൽ പ്രക്രിയ ഉണ്ടാകുന്നത്? ആ ടെക്ടോണിക് ബലങ്ങൾക്കെതിരെ ഒന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിരപ്പാക്കൽ പ്രക്രിയനെയാണ് നമ്മൾ ഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഉയർന്ന ഭാഗങ്ങൾ നിരപ്പാക്കപ്പെടുന്നതിനെ ഡീഗ്രഡേഷൻ അഥവാ ഡെന്യൂറേഷൻ എന്ന് പറയും. ഈ ഉയർന്ന ഭാഗങ്ങൾ അതിൻ്റെ ഫലമായിട്ട് നിരപ്പാക്കപ്പെടുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലാട്ടോ ഇത് സംഭവിക്കുന്നത്. ഡീഗ്രഡേഷൻ അഥവാ ഡെന്യൂറേഷൻ എന്ന് പറയും. താഴ്ന്ന ഭാഗങ്ങൾ നിരപ്പാക്കുമ്പോൾ അഗ്രഡേഷൻ എന്ന് പറയും. താഴ്ന്ന ഭാഗങ്ങൾ നിരപ്പാക്കുമ്പോൾ അതിനെ അഗ്രഡേഷൻ എന്ന് പറയും. അടുത്തതാണ് ഭ്രംശനം. ദുർബലമായ ഭൂവൽക്ക ശിലകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചതുകൊണ്ട് ശിലകൾക്കുണ്ടായി വിള്ളലുകളെയാണ് ഭ്രംശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭ്രംശനം? ദുർബലമായ ഭൂവൽക്ക ശിലകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കും. അപ്പോൾ അവിടെ ചില വിള്ളലുകൾ രൂപം കൊള്ളും. ആ വിള്ളലുകളെയാണ് നമ്മൾ ഭ്രംശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭ്രംശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിലകൾക്കുണ്ടാകുന്ന വിള്ളലുകൾ. ഭ്രംശനം, ശിലകൾക്കുണ്ടാകുന്ന വിള്ളലുകൾ. ഉദാഹരണം, അപ്പോൾ ഈ ഭ്രംശന ഫലമായി രൂപം കൊണ്ടതാണ് നർമ്മദ താഴ്വരയും നൈൽ താഴ്വരയും. ഭ്രംശന ഫലമായിട്ട് രൂപം കൊണ്ട താഴ്വരകൾക്ക് ഉദാഹരണം നൈൽ താഴ്വര,
നർമ്മദ താഴ്വര. അടുത്തതായിട്ട് വലനം. രണ്ട് ബലങ്ങൾ എതിർദിശയിൽ നിന്നും ഒരു പൊതുവായ ബിന്ദുവിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ വലനം എന്ന് പറയുന്നത്. രണ്ട് ബലങ്ങൾ എതിർദിശയിൽ നിന്നും ഒരു പൊതുവായ ബിന്ദുവിലേക്ക് ഇങ്ങനെ സമ്മർദ്ദം ചേരുന്ന ബലത്തിനെയാണ് നമ്മൾ വലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വലനം നമുക്ക് പർവ്വതങ്ങളുടെ രൂപീകരണത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് ഭൗമ പരിണാമത്തിലേക്ക് ഒന്ന് നോക്കാം. ഭൂമിയുടെ അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളറയിൽ ഏറ്റവും ഉള്ളിൽ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ അവിടുത്തെയുള്ള വായു രൂപീകരണത്തിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോഴും സാന്ദ്രതയുടെ കുറഞ്ഞു വരികയാണ്. ഇത്തരത്തിൽ സാന്ദ്രത വ്യത്യാസ ഫലമായിട്ട് ഭൂമി കൂടുതൽ തണുക്കുകയും ചെയ്തു. അപ്പോൾ ക്രമേണ ഹൈഡ്രജൻ, ഹീലിയം എന്ന വാതകങ്ങൾ കുറയുകയും കൂടുതലായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തൊക്കെയാണ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, അമോണിയ, നീരാവി എന്നിവ അന്തരീക്ഷത്തിൽ രൂപം കൊള്ളാനും കാരണമായി. അപ്പോൾ ഭൂമി കൂടുതൽ സാന്ദ്രതയുടെ വ്യത്യാസ ഫലമായി ഭൂമി കൂടുതൽ തണുത്തപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിൽ രൂപം കൊണ്ട ചില വാതകങ്ങളാണ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, അമോണിയ, നീരാവി. അപ്പോൾ ഈ നീരാവി ഘനീഭവിച്ച് മഴവെള്ളം രൂപപ്പെട്ടു. ഈ മഴവെള്ളം ഇങ്ങനെ താഴെയുള്ള ഗർത്തങ്ങളിലൊക്കെ സംഭരിക്കപ്പെട്ടാണ് നമ്മൾ സമുദ്രങ്ങൾ ആദ്യം രൂപം കൊണ്ടത്. അപ്പോൾ ഈ സമുദ്രങ്ങൾ രൂപം കൊള്ളാനുള്ള ഒരു ചെറിയൊരു പരിണാമത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഭൂമിയുടെ സാന്ദ്രത വ്യത്യാസമായി ധാരാളം വാതകങ്ങൾ അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുകയും അവയുടെ ഘനീഭവന ഫലമായിട്ട് മഴ ഉണ്ടാകുകയും ആ മഴ സംഭരിക്കപ്പെട്ടാണ് സമുദ്രങ്ങൾ രൂപം കൊണ്ടത്. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്സിജൻ രൂപം കൊണ്ടത് ഏകദേശം 2000 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ജീവപരിണാമം അല്ലെങ്കിൽ ജീവൻ ഉൽപ്പത്തി ആരംഭിച്ചത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ജീവപരിണാമത്തിന് തുടക്കമിട്ടത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. നക്ഷത്രങ്ങളുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് 5000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രപഞ്ചോൽപ്പത്തി അല്ലെങ്കിൽ സൂര്യൻ്റെ ഉൽപ്പത്തി, നക്ഷത്രങ്ങളുടെ ഉൽപ്പത്തി എന്നെല്ലാം പറയുന്നത് 5000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രീ കാമ്പിയൻ കാലഘട്ടം, അതായത് പ്രീ കാമ്പിയൻ കാലഘട്ടത്തിലാണ് സമുദ്രങ്ങളും വൻകരകളും മറ്റും രൂപം കൊള്ളുന്നത്. പ്രീ കാമ്പിയൻ കാലഘട്ടത്തിലാണ് സമുദ്രങ്ങളും വൻകരകളും രൂപം കൊണ്ടത്. അത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ്? 2500 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ പ്രീ കാമ്പിയൻ കാലഘട്ടം. അപ്പോൾ സമുദ്രങ്ങളും വൻകരകളും രൂപം കൊണ്ടത് ഏകദേശം 2500 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷമുള്ളൊരു കാലഘട്ടമാണ് പാലിയോസോയിക്. പാലിയോസോയിക് കാലഘട്ടം തന്നെയാണ് ഈ ഉരകങ്ങളുടെ ആവിർഭാവം. നട്ടലുള്ള ജീവികളും നട്ടലില്ലാത്ത ജീവികളും അങ്ങനെ ഉരകങ്ങളുടെ ആവിർഭാവം ഈ പാലിയോസോയിക് കാലഘട്ടത്തിലാണ്. അത് ഏകദേശം 570 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഉരകങ്ങളുടെ ആവിർഭാവം പാലിയോസോയിക് 570 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീടാണ് ദിനോസറുകളുടെ കാലഘട്ടം. ഏകദേശം മിസോസോയിക് കാലഘട്ടം എന്നാണ് ദിനോസറുകളുടെ കാലഘട്ടം അറിയപ്പെടുന്നത്. മിസോസോയിക് കാലഘട്ടം എന്നാണ് ദിനോസറുകളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 245 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണത്. അടുത്തതാണ് സിനോസോയിക് കാലഘട്ടം. ഏകദേശം 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ മനുഷ്യർ, അതായത് നമ്മുടെ പൂർവികരായ കുരങ്ങന്മാർ, അങ്ങനെയുള്ള സസ്തനികൾ എല്ലാം രൂപം കൊണ്ടത് സിനോസോയിക് കാലഘട്ടത്തിലാണ്. പിന്നീടാണ് ഹോളോസീനാണ് 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആധുനിക മനുഷ്യൻ്റെ ആവിർഭാവം ഈ ഹോളോസീനിലാണ്. ആധുനിക മനുഷ്യൻ്റെ ആവിർഭാവം ഈ ഹോളോസീൻ കാലഘട്ടത്തിലാണ്. പിന്നെ നമുക്കൊന്ന് ഭൂമിയിലെ വിവിധ തരം മണ്ഡലങ്ങളെക്കുറിച്ച് നോക്കാം. ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലത്തിൽ ശിലകളാലും മണ്ണിനാലും നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഉപരിതലത്തിൽ ശിലകളാലും മണ്ണിനാലും നിറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു? ശിലാമണ്ഡലം. അതിന് ഉദാഹരണങ്ങളാണ് പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ. ജലമണ്ഡലം. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും ജലം കാണപ്പെടുന്നതിനാണ് ജലമണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വായുമണ്ഡലം ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അന്തരീക്ഷ പാളിനെയാണ് നമ്മൾ വായുമണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയെ നമ്മൾ ജൈവമണ്ഡലം എന്നതുകൊണ്ടും പറയുന്നു. നമുക്കിനി പൊതുവായ ജോഗ്രഫിയിൽ ചോദിക്കുന്ന ചില സംഭവങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. കാരണം ഇതും കൂടി നമ്മൾ ഇതിനോടൊപ്പം നോട്ട് കുറിച്ചാലാണ് നമുക്കത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നിങ്ങളിത് നോട്ട് കുറിക്കുകയും ദിവസവും വായിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ഇത് ഉപകാരപ്പെടുന്നതാണ്. ബെറിക് കടലിടുക്ക് റഷ്യനെയും അലാസ്കേനെയും വേർതിരിക്കുന്നു. ബെറിക് കടലിടുക്ക് റഷ്യനെയും അലാസ്കേനെയും വേർതിരിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ ചോദിച്ചാൽ അതിൽ എന്താണ് ഏഷ്യനെയും വടക്കേ അമേരിക്കനെയും വേർതിരിക്കുന്നു. ബെറിക് കടലിടുക്ക് റഷ്യനെയും അലാസ്കയെയും വേർതിരിക്കുന്നു. ജിബ്രാൾട്ടർ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സ്പെയിൻ മൊറോക്കോ സ്പെയിൻ യൂറോപ്പിലും മൊറോക്കോ ആഫ്രിക്കയിലുമാണ്. നമ്മൾ ജിബ്രാൾട്ടർ യൂറോപ്പ് ആഫ്രിക്ക സ്പെയിൻ മൊറോക്കോ ജിബ്രാൾട്ടർ സ്പെയിൻ മൊറോക്കോ. പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക. ഡോവർ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഡോവർ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഡോവർ ഇംഗ്ലണ്ട് ഫ്രാൻസ്. ഡേവിസ് കടലെടുക്ക് കാനഡ ഗ്രീൻലാൻഡ് ഡേവിസ് കടലെടുക്ക് കാനഡ ഗ്രീൻലാൻഡ്. ഫ്ലോറിഡ അമേരിക്ക ക്യൂബ ഫ്ലോറിഡ അമേരിക്ക ക്യൂബ. മഗല്ലൻ അർജൻറ്റീന ചിലി മഗല്ലൻ അർജൻറ്റീന ചിലി. മലാക്ക സുമാത്ര മലേഷ്യ മലാക്ക കടലെടുക്ക് സുമാത്രയെയും മലേഷ്യനെയും വേർതിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബെറിക് കടലെടുക്ക് റഷ്യ അലാസ്ക. ജിബ്രാൾട്ടർ സ്പെയിൻ മൊറോക്കോ. പാക് ഇന്ത്യ ശ്രീലങ്ക. ഡോവർ ഇംഗ്ലണ്ട് ഫ്രാൻസ്. ഡേവിസ് കാനഡ ഗ്രീൻലാൻഡ്. ഫ്ലോറിഡ അമേരിക്ക ക്യൂബ. മഗല്ലൻ അർജൻറ്റീന ചിലി. മലാക്ക സുമാത്ര മലേഷ്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിലെ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷനാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ചലനങ്ങൾ, എങ്ങനെയാണ് ഭൗമപരിണാമം എന്ന് ഡിസ്കസ് ചെയ്തു. കൂടാതെ ജോഗ്രഫിയിലെ ബേസിക്കായിട്ട് ചോദിക്കുന്ന ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ആവശ്യമായ കടലിടുക്കുമായി ബന്ധപ്പെട്ടതുമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടുകൾ കുറിക്കുക മാത്രമല്ല ദിവസവും വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.